മകളുടെ പിറകെ നടന്ന് ശല്യപ്പെടുത്തിയത് ചോദ്യം ചെയ്ത പിതാവിന്റെ ഓട്ടോറിക്ഷ കത്തിച്ചു. പാലക്കാട് മേപ്പറമ്പിലാണ് സംഭവം. മേപ്പറമ്പ് സ്വദേശിയുടെ ഓട്ടോറിക്ഷയാണ് കത്തിച്ചത്. പ്രദേശവാസി ആഷിഫ്, ഇയാളുടെ സുഹൃത്ത് ഷെഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത്. വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, പരാതിയിൽ പോലീസ് കേസെടുക്കുകയും അത് അറസ്റ്റിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? അപർണ, കഴിഞ്ഞ രാത്രിയാണ് ഈ ഓട്ടോറിക്ഷ തീവച്ചത്. പാലക്കാട് മേപ്പറമ്പിലാണ് സംഭവം. 15 വയസ്സുള്ള മകളെ പിറകെ നടന്ന് ശല്യപ്പെടുത്തതിന്റെ വൈരാഗ്യത്തിൽ പ്രദേശവാസികളായ 2 യുവാക്കൾ തന്നെയാണ് ഈ കുറ്റകൃത്യം നടത്തിയതും. മേപ്പറമ്പ് സ്വദേശിയുടെ ഓട്ടോറിക്ഷ രാത്രി 12 മണിയോടുകൂടി വീടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ തീവച്ച് നശിപ്പിക്കുകയായിരുന്നു. ഈ പ്രദേശവാസികളായ ആഷിഫ്, ഷെഫീഖ് ഇങ്ങനെ 2 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഈ പിതാവിന്റെ ഏക വരുമാന മാർഗമായിരുന്നു ഈ ഓട്ടോറിക്ഷ. അദ്ദേഹം ഓട്ടോ ഓടി കിട്ടുന്ന വരുമാനമായിരുന്നു വീട്ടിലേക്കുള്ള ഏക വരുമാന സ്രോതസ്. ആ സ്രോതസ്സാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. 15 വയസ്സ് പ്രായപൂർത്തിയാകാത്ത തുടർച്ചയായി പിറകെ നടന്ന് ശല്യം ചെയ്തത് ചോദ്യം ചെയ്തതിലെ വൈരാഗ്യത്തിലായിരുന്നു ഇങ്ങനെ ഓട്ടോറിക്ഷ തീവച്ച് നശിപ്പിച്ചത്. അവർ ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട പെഹൽഗാം ഭീകരന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് ലഷ്കർ ഭീകരൻ. പാക് അധീന കശ്മീരിലാണ് ചടങ്ങുകൾ നടന്നത്. അതേസമയം കശ്മീരിൽ സുരക്ഷാ സേനയും തീവ്രവാദികളും തമ്മിൽ ഇന്നും ഏറ്റുമുട്ടലുണ്ടായി. സംഘർഷത്തിൽ 2 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട പെഹൽഗാം ഭീകരിൽ ഒരാളായ താഹിർ ഹബീബിന്റെ സംസ്കാര ചടങ്ങാണ് പാക് അധീന കശ്മീരിൽ നടന്നത്. ഇതോടെ ഭീകരാക്രമണത്തിന് പിന്നിലെ പാകിസ്ഥാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടു. റാവൽകോട്ടിലെ ഖായി ഗാലയിൽ നടന്ന ചടങ്ങിൽ ലഷ്കർ കമാൻഡർ റിസ്വാൻ ഹനീഫും പങ്കെടുത്തു. എന്നാൽ ലഷ്കർ പ്രതിനിധികൾ പങ്കെടുക്കുന്നത് താഹിറിന്റെ കുടുംബം വിലക്കിയിരുന്നു. ഇത് മറികടന്ന് ഹനീഫ് ചടങ്ങിനെത്തിയതോടെ തർക്കമുണ്ടാവുകയും സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. വിലാപയാത്രയ്ക്കെത്തിയ പ്രദേശവാസികളെ ലഷ്കർ ഭീകരർ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട്. ഭീകരവാദ റിക്രൂട്ട്മെന്റുകളെ എതിർത്ത് ഇവിടെയുള്ളവർ അടുത്തിടെ പൊതുബഹിഷ്കരണം ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടെ കശ്മീരിൽ ഭീകരവാദികളും സുരക്ഷാ സേനയും തമ്മിൽ ഇന്നും വെടിവെപ്പുണ്ടായി. സംഘർഷത്തിൽ 2 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. ഒരു തീവ്രവാദിയെ ഗുരുതരമായ പരിക്കുകളോടെ സേന കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒരു സൈനികനും പരിക്കേറ്റതായാണ് വിവരം. കുൽഗാം ജില്ലയിലെ അഖൽ വനമേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ. ഇവിടെ തീവ്രവാദികൾ തമ്പടിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം വെള്ളിയാഴ്ച മുതൽ തെരച്ചിൽ നടത്തിവരികയായിരുന്നു. ശനിയാഴ്ചയും മേഖലയിൽ 2 തീവ്രവാദികളെ സൈന്യം വധിച്ചിരുന്നു. ഇതിൽ ഒരാൾ പുൽവാമയിലെ ഹാരിസ് നസീർ എന്ന ഭീകരനാണെന്ന് സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഒഡീഷയിലെ പുരിയിൽ ജീവനോടെ തീ കൊളുത്തിയ 15കാരി മരിച്ചു. ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് കുട്ടിയുടെ മരണം. ജൂലൈ 19 കുട്ടിക്ക് മാരകമായി പൊള്ളലേറ്റത്. സംഭവത്തിൽ ദുരൂഹത ഏറുകയാണ്. കുട്ടിയെ അജ്ഞാതരായ യുവാക്കൾ തട്ടിക്കൊണ്ടുപോയി തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് അമ്മ നൽകിയ മൊഴി. എന്നാൽ കുട്ടിയെ മറ്റാരെങ്കിലും തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചതാണെന്നതിന് തെളിവില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസിൽ അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഇന്ത്യ സഖ്യം. ഇതിന്റെ ഭാഗമായി ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. അടുത്ത വെള്ളിയാഴ്ചയാണ് മാർച്ച്. അതിനിടെ ബീഹാറിലെ 6.5 ലക്ഷം പേരെ തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള നീക്കത്തെ കോൺഗ്രസും DMKയും എതിർത്തു. സ്ഥിരം കുടിയേറ്റ തൊഴിലാളികൾ എന്ന പേരിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നീക്കം. അമേരിക്കയുടെ പുതിയ താരിഫ് നയത്തിൽ ഡൊണാൾഡ് ട്രംപിനോട് പരസ്യ ഏറ്റുമുട്ടൽ വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യക്കാർ സ്വദേശി മുന്നേറ്റത്തിന് തയ്യാറെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ മാറ്റം വരുത്തില്ലെന്നാണ് വിവരം. പുതിയ താരിഫ് നയവുമായി ബന്ധപ്പെട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി തുടരുമ്പോൾ പരസ്യ ഏറ്റുമുട്ടൽ വേണ്ടെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. വ്യാപാര കരാറിൽ ഇന്ത്യ സംയമനം പാലിക്കുമെന്നും സൂചനയുണ്ട്. ഇതിന്റെ ഭാഗമായി കൂടുതൽ ഉൽപ്പന്നങ്ങളെ വ്യാപാര കരാറിന്റെ ഭാഗമാക്കും. ഇളവ് നൽകാവുന്ന കൂടുതൽ ഉൽപ്പന്നങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി. അമേരിക്കയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനും ആലോചനയുണ്ട്. എന്നാൽ കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിലാണ് ഇന്ത്യ. അമേരിക്കയുമായി 6ാം ഘട്ട വ്യാപാര ചർച്ചകൾ ഓഗസ്റ്റ് പകുതിയോടെ നടക്കുമെന്നാണ് വിവരം. അതേസമയം ട്രംപിന്റെ പകരച്ചുങ്കത്തിന് മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വദേശി മുന്നേറ്റത്തിന് ആഹ്വാനം ചെയ്തു. തന്റെ മണ്ഡലമായ വാരണാസിയിൽ നടന്ന ഒരു റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ ഓരോ പൗരനും ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന് മോദി ആവശ്യപ്പെട്ടു. हम स्वदेशी का संकल्प लें। अब हम कौन सी चीजों को खरीदेंगे?
कौन से तराजू से तोलेंगे? मेरे भाइयों बहनों, मेरे देशवासियों, अब हम कुछ भी खरीदें तो एक ही तराजू होना चाहिए। हम उन चीजों को खरीदेंगे जिसे बनाने में किसी न किसी भारतीय का पसीना बहा है। ട്രംപിന്റെ ഡെഡ് എക്കോണമി പരാമർശത്തിന് മറുപടിയായി ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിനിടെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ നിന്നും രാജ്യം പിന്നോട്ട് പോയില്ല. രാജ്യാന്തര വിപണിയിൽ ലഭ്യമായ എണ്ണയുടെ വിലയെയും ആഗോള സാഹചര്യത്തെയും അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യ എണ്ണ വാങ്ങുക എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാകുന്നതാണ് ഇന്ത്യയിലെ എണ്ണവില നിയന്ത്രിക്കുന്നതിൽ ഉൾപ്പെടെ നിർണായകമായ ഘടകം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആയുർവേദ ടൂറിസം രംഗത്തെ പ്രമുഖനായിരുന്ന ഡോക്ടർ പോളി മാത്യു സോമതീർത്ഥന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ആയുർവേദ എക്സലൻസ് അവാർഡ് പത്മശ്രീ ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് തിരുവനന്തപുരത്ത് സമ്മാനിച്ചു. പോളി മാത്യുവിന്റെ 10ാം ചരമവാർഷികത്തോടനുബന്ധിച്ചായിരുന്നു 1 ലക്ഷം രൂപയുടെ അവാർഡ് വിതരണം ചെയ്തത്.